Welcome to Zoology class. Locomotion and movement എന്ന ഈ ചാപ്റ്ററിൽ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ മസിൽസിനെ കുറിച്ചാണ്. മസിൽ സ്ട്രക്ചർ, സ്കെൽറ്റൽ മസിൽ എസ്പെഷ്യലി അതിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ കൺട്രാക്ഷൻ, എങ്ങനെ കൺട്രാക്ഷൻ നടക്കുന്നു എന്നൊക്കെ നമ്മൾ പറയും. സോ ഫോർ ലോക്കോമോഷൻ ആൻഡ് മൂവ്മെൻറ്റ് മസിൽ കൺട്രാക്ഷൻ ഇസ് റിക്വയർഡ്. പക്ഷേ മസിൽ എലോൺ probably in most times cannot make locomotion. ഇപ്പോൾ ലോക്കോമോഷൻ നടക്കണമെങ്കിൽ എന്തുകൂടി വേണം? സ്കെലിട്ടൻ കൂടി വേണം. സോ വി cannot imagine we moving around without bones. ഇപ്പോൾ ബോൺസ് ഇല്ലാതെ, ഇപ്പോൾ നമ്മുടെ കൈകാലുകളിലൊക്കെ ബോൺസ് ഇല്ലാതെ നമുക്ക് മൂവ് ചെയ്യുന്ന കാര്യം നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല എന്ന് നമുക്കറിയാം. So skeletal system is also very important for locomotion. Without skeletal system, it is impossible to locomote. എന്താണ് സ്കെലിറ്റൽ സിസ്റ്റം? സ്കെലിട്ടൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മറ്റ് ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് സ്കെലിട്ടൺ എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്കെലിട്ടൺ ഈസ് എനിത്തിങ് ഹാർഡ് ആൻഡ് സപ്പോർട്ടിങ് സ്ട്രക്ചർ വിച്ച് ഇസ് പ്രസന്റ് ഇന്റേണലി ഓർ എക്സ്റ്റേണലി. നമ്മൾ സ്കെലിട്ടൺ എന്ന് വിളിക്കും. എക്സ്റ്റേണൽ സ്കെലിട്ടൺ, ഇന്റേണൽ സ്കെലിട്ടൺ ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വി ഹാവ് ഇന്റേണൽ സ്കെലിട്ടൺ മേഡ് അപ്പ് ഓഫ് ബോൺസ് ആൻഡ് കാർട്ടിലേജ്. അപ്പോൾ നമുക്ക് ഒരു സ്കെലിട്ടൻ്റെ സപ്പോർട്ട് ഉണ്ട്. സ്കെലിറ്റൽ സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്? ലോക്കോമോഷൻ മാത്രമല്ല സ്കെലിറ്റൽ സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷൻ, ദെർ ആർ സെവറൽ ഫംഗ്ഷൻസ് അല്ലേ? നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് സ്കെലിറ്റൽ സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷൻസ്? ഇറ്റ് പ്രൊവൈഡ് സപ്പോർട്ട്, ഇറ്റ് പ്രൊവൈഡ് സ്ട്രെങ്ത് ടു ദ ബോഡി, ഇറ്റ് ഗിവ് ഷേപ്പ് ടു ദ ബോഡി. അതേപോലെ കാൽഷ്യത്തിൻ്റെയും ഫോസ്ഫറസിൻ്റെയും ഒക്കെ സ്റ്റോറേജ് ഡിപ്പോർട്ടാണ് നമ്മുടെ സ്കെലിറ്റൽ സിസ്റ്റം. അതേപോലെ എല്ലുകളുടെ ബോൺ മാരോയിൽ ആണ് ബ്ലഡ് സെൽസ് ഉണ്ടാകുന്നത്. ഇങ്ങനെ ധാരാളം ഫങ്ഷൻസ് സ്കെലിറ്റൽ സിസ്റ്റം ഉണ്ട് എന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ രണ്ട് കോമ്പോണൻസ് കൊണ്ടാണ്, പ്രധാനമായും രണ്ട് കോമ്പോണൻസ് കൊണ്ടാണ് നമ്മുടെ സ്കെലിറ്റൽ സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത്. വൺ ഈസ് ബോൺ ആൻഡ് അതർ ഈസ് കാർട്ടിലേജ്. രണ്ടും കണക്റ്റീവ് ടിഷ്യൂ ആണ്, സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. ബോൺ ആൻഡ് കാർട്ടിലേജ് ബോത്ത് ആർ സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ. രണ്ടിൻ്റെയും മാട്രിക്സ് ഹാർഡാണ്. അതൊക്കെ നമ്മൾ ടിഷ്യൂ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതാണ്. രണ്ടിൻ്റെയും മാട്രിക്സ് ഹാർഡാണ്. ബോണിൻ്റെ മാട്രിക്സ് കുറച്ചുകൂടി ഹാർഡാണ്. ബോൺ ഈസ് എ ഹാർഡ് കണക്റ്റീവ് ടിഷ്യൂ ബിക്കോസ് ഇറ്റ്സ് മാട്രിക്സ് ഈസ് ലാഡൻ വിത്ത് കാൽഷ്യം ഫോസ്ഫേറ്റ്. അപ്പോൾ കാൽഷ്യം ഫോസ്ഫേറ്റ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് ബോണിൻ്റെ മാട്രിക്സ് കുറെ കൂടി ഹാർഡാണ്, നോൺ പ്ലേയബിൾ ആണ്, അത് ഫ്ലെക്സിബിൾ അല്ല. എന്നാൽ കാർട്ടിലേജിൻ്റെ മാട്രിക്സ് ഹാർഡാണെങ്കിൽ കൂടി അത് പ്ലേയബിൾ ആണ്, കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആണ്. ബിക്കോസ് ഇറ്റ്സ് മാട്രിക്സ് കണ്ടെയ്ൻസ് എ കെമിക്കൽ സബ്സ്റ്റൻസ് കോൾഡ് കോൺട്രിയോട്ടിൻ. കോൺട്രിയോട്ടിൻ എന്ന് വിളിക്കുന്ന ഒരു സബ്സ്റ്റൻസ് ഉള്ളത് കൊണ്ട് അത് കുറേ കൂടി അത് പ്ലേയബിൾ ആണ്, കുറച്ചുകൂടി സോഫ്റ്റ് ആണ്. ഓക്കെ, നമ്മുടെ സ്കെലിറ്റൽ സിസ്റ്റത്തിൽ മേജർ കോമ്പോണന്റ് ഓഫ് ദ സ്കെലിറ്റൽ സിസ്റ്റം ഇസ് ബോൺ. നമ്മുടെ സ്കെലിറ്റൽ സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത് 206 ബോൺസ് ഉണ്ട്. 206 ബോൺസ് ആണ് നമ്മുടെ സ്കെലിറ്റൽ സിസ്റ്റത്തിൽ ഉള്ളത്. അപ്പോൾ സ്കെലിറ്റൽ സിസ്റ്റം ഇസ് മേഡ് അപ്പ് ഓഫ് 206 bonds. 206 bonds ആണ്. അപ്പോൾ സ്കെലിറ്റൽ സിസ്റ്റത്തെ, നമ്മുടെ സ്കെലിറ്റൽ സിസ്റ്റത്തെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ആണ് നമ്മുടെ സ്കെലിറ്റൽ സിസ്റ്റത്തിൽ ഉള്ളത്. വൺ ഈസ് ആക്സിയൽ സ്കെലിറ്റൻ. ആക്സിയൽ സ്കെലിറ്റൻ and the other one is appendicular skeleton. The second one is appendicular skeleton. So axial skeleton and appendicular skeleton are the two components or two parts of the skeletal system. Let us see first about axial skeleton. Axial skeleton has
എന്താണ് ഈ ആക്സിയൽ സ്കെലിറ്റൻ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ബോഡിയുടെ മെയിൻ ആക്സിസിൽ വരുന്ന സ്കെലിറ്റനെയാണ് നമ്മളത് വിളിക്കാം ആക്സിയൽ സ്കെലിറ്റൻ എന്ന് വിളിക്കാം. ഇറ്റ് ഈസ് ദ മേജർ സപ്പോർട്ടിംഗ് സ്ട്രക്ചർ. അപ്പോൾ നമ്മുടെ ആക്സിസ്, അതായത് ഈ ആക്സിസിൽ വരുന്ന സ്കെലിറ്റനെയാണ് നമ്മളത് വിളിക്കാം ആക്സിയൽ സ്കെലിറ്റൻ എന്ന് വിളിക്കാം. അതിലൊന്ന് സ്കള്ളാണ്. സ്കൾ നമ്മുടെ ഹെഡിന്റെ സ്കെലിറ്റൻ ആണ് നമ്മൾ വിളിക്കാം സ്കൾ. ഹെഡ് സ്കെലിറ്റൻ ഇസ് കോൾഡ് ദ സ്കൾ. അപ്പോൾ സ്കൾ ഈസ് മേഡ് അപ്പ് ഓഫ് 22 bones. 22 bones. Axial skeleton as a whole has 80 bones. 80 ബോണുകളാണ് ആക്സിയൽ സ്കെലിറ്റൻ. അതിൽ ഒന്നാമത്തെ സ്കളാണ്. സ്കൾ ഈസ് മേഡ് അപ്പ് ഓഫ് 22 bones. And the skull has two parts. രണ്ട് ഭാഗങ്ങളായിട്ട് നമുക്ക് തിരിക്കാം. One is the cranium and the other one is facial bones. Facial bones എന്ന് പറഞ്ഞാൽ മുഖാസ്ഥികൾ. അപ്പം മുഖത്തിന്റെ ഭാഗത്ത് കാണുന്ന അസ്ഥികളാണ് facial bones. But the cranium, what is cranium? Cranium is the brain box in which the brain is situated. അപ്പോൾ ഈ ഭാഗത്തിനാണ് നമ്മൾ cranium എന്ന് വിളിക്കുക. It is made up of 8 pieces of bones. 8 pieces of bones, and the facial bones are 14 in number. Facial bones are 14 in number. So totally there's 22 bones. അപ്പോൾ ഫേഷ്യൽ ബോൺസിൽ ധാരാളം ബോൺസ് ഉണ്ട്. 14 ബോൺസ് ഉണ്ട്. അതിൽ ഒരു ഹയോയിഡ് എന്ന് പറയുന്ന ഒരു ബോണ്ട്, നമ്മുടെ നാക്ക് ൻ്റെ താഴെയായിട്ട് ഒരു ഹയോയിഡ് എന്ന് പറയുന്ന ഒരു ബോണ്ട്. അതുപോലെ ഇയർ ഓസിക്കിൾസ് ഉണ്ട്. ഓക്കെ, ഓരോ ചെവിയിലും 3 ഇയർ ബോൺസ് ഉണ്ട്. മാലിയസ് മിൻഡസ് സ്റ്റേപ്പിസ് നമുക്കറിയാം, അതുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ ഫേഷ്യൽ ബോൺസ്. ഇനി രണ്ടാമത്തെ കോമ്പോണന്റ് എന്ന് പറയുന്നത് ആക്സിയൽ സ്കെലിറ്റനിൽ രണ്ടാമത്തെ കോമ്പോണന്റ് എന്ന് പറയുന്നത് വെർട്ടിബ്രൽ കോളമാണ്. വെർട്ടിബ്രൽ കോളം. Vertebral column is the backbone. Vertebral column is the major supporting structure of our body. Vertebral column. Vertebral column നമ്മുടെ സ്കള്ളുമായി കണക്ട് ചെയ്തിരിക്കും. സ്കള്ളുമായി കണക്ട് ചെയ്തിരിക്കും. അപ്പോൾ സ്കൾ ബോണിന്റെ ലാസ്റ്റ് ഭാഗത്ത് ഓക്സിപിറ്റൽ കോണ്ടൈൽസ് എന്ന് വിളിക്കുന്ന 2 പ്രൊജക്ഷൻസ് ഉണ്ട്. ഓക്സിപിറ്റൽ കോണ്ടൈൽസ്, അത് സ്കളിന്റെ ഭാഗമാണ്. ഓക്സിപിറ്റൽ കോണ്ടൈൽസ്. ഓക്സിപിറ്റൽ കോണ്ടൈൽസ്. ഈ ഓക്സിപിറ്റൽ കോണ്ടൈൽസ് വെർട്ടിബ്രൽ കോളത്തിന്റെ ആദ്യത്തെ വെർട്ടിബ്രൽ കോളം ഈസ് മേഡ് അപ്പ് ഓഫ് വെർട്ടിബ്രേ. there are 26 വെർട്ടിബ്രേ. എന്താണ് വെർട്ടിബ്രേ എന്ന് വെച്ചാൽ? വെർട്ടിബ്രൽ കോളത്തിന്റെ ഒരു യൂണിറ്റിനാണ്, ഒരു പീസിനാണ് നമ്മൾ എന്ത് പറയാം, വെർട്ടിബ്ര എന്ന് വിളിക്കാം. there are 26 vertebrae in the vertebral column. ഫസ്റ്റ് വെർട്ടിബ്രയ്ക്ക് പറയുന്ന പേര് അറ്റ്ലസ് എന്നാണ്. the first vertebra is atlas. ഈ അറ്റ്ലസിന് 2 ഡിപ്രഷൻ ഉണ്ട്. ആ 2 ഡിപ്രഷനിലേക്ക് ഈ സ്കൾ ബോണിന്റെ ലാസ്റ്റ് പുറകിലത്തെ പീസിൽ 2 പ്രൊജക്ഷൻസ് ഉണ്ട്. അതിന് ഓക്സിപിറ്റൽ കോണ്ടൈൽസ് എന്ന് വിളിക്കാം. ഈ 2 ഓക്സിപിറ്റൽ കോണ്ടൈൽസ് ഈ അറ്റ്ലസ് ആദ്യത്തെ വെർട്ടിബ്രയുടെ 2 ഡിപ്രഷനിൽ ഉറച്ചിരിക്കുന്നു. അവിടെ അതിന് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. അവിടെ അതുകൊണ്ട് നമുക്ക് കഴുത്തിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, the first vertebrae is atlas and the second one is axis. രണ്ടാമത്തെ വെർട്ടിബ്രയ്ക്ക് നമ്മൾ ആക്സിസ് എന്നാണ് വിളിക്കുക. ഓക്കെ, ഇനി വെർട്ടിബ്രൽ കോളത്തെ 5 റീജിയൻസ് ആയിട്ട് തിരിച്ചു. നമ്മളൊരു വെർട്ടിബ്രയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു വെർട്ടിബ്ര നിങ്ങൾക്ക് അവിടെ ചിത്രത്തിൽ കാണുന്ന പോലെ ഒരു വെർട്ടിബ്രയ്ക്ക് ഒരു ക്യാവിറ്റി ഉണ്ട്. ഉൾഭാഗത്ത് ഒരു ക്യാവിറ്റി ഉണ്ട്. അതിനെ ന്യൂറൽ കനാൽ എന്നാണ് വിളിക്കാം. ആ ന്യൂറൽ കനാലിൽ കൂടിയാണ് നമ്മുടെ സ്പൈനൽ കോഡ് കടന്നു പോകുക. അപ്പോൾ സ്പൈനൽ കോഡ് കടന്നു പോകുന്ന വെർട്ടിബ്രൽ കോളത്തിന്റെ ആ ഹോളോപാത്ത്, അതിനാണ് നമ്മൾ ന്യൂറൽ കനാൽ എന്ന് വിളിക്കും. ന്യൂറൽ കനാൽ ത്രൂ വിച്ച് ദ സ്പൈനൽ കോഡ് പാസസ്. ഓക്കെ, ഇനി വെർട്ടിബ്രൽ കോളത്തെ
5 റീജിയൻസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. 5 റീജിയൻസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ റീജിയൻ എന്ന് പറയുന്നത് സെർവിക്കൽ റീജിയൻ. സെർവിക്കൽ റീജിയൻ, സെർവിക്കൽ റീജിയൻ ഇവിടെ കഴുത്തിന്റെ ഈ ഭാഗത്ത് വരുന്ന റീജിയൻ ആണ് സെർവിക്കൽ റീജിയൻ എന്ന് പറയുക. ഈ സെർവിക്കൽ റീജിയനില് 7 vertebrae are there. The number of vertebrae present in the cervical region is 7 in the case of human being and all other mammals. Okay, cervical region, cervical vertebrae എന്നാണ് എൻ്റെ പറയുന്നത്. Then the second region below the cervical region is the thoracic region. Thoracic region, and thoracic region is the region of the vertebral column at the chest region, at the chest region, and that is thoracic region, and that has 12 vertebrae, 12 vertebrae ചേർന്നാണ് thoracic region ഉണ്ടായിരിക്കുന്നത്. Then the third one is lumbar region. Lumbar region, and the lumbar region has 5 vertebrae. 5 vertebrae ചേർന്നാണ് lumbar region ഉണ്ടായിരിക്കുന്നത്. Then the fourth one is sacrum. Sacrum എന്നാണ് പറയുക. It is actually, sacrum is a single piece. ഇത് ഉണ്ടായിരിക്കുന്നത് 5 vertebrae fuse ചെയ്തിട്ടാണ്. 5 vertebrae ഫ്യൂസ് ചെയ്ത് ഒന്നായിട്ട് മാറിയിരിക്കുന്നു. നമ്മുടെ അരക്കെട്ടിന്റെ ഭാഗത്ത് വരുന്ന ആ വെർട്ടിബ്രൽ കോളത്തിന്റെ ആ ഭാഗമാണ് സാക്രം. അത് ഒരു ഒറ്റ യൂണിറ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. സോ ദാറ്റ് ഇസ് 1 ഒരെണ്ണമായിട്ട് കണക്കാക്കുന്നു. Then the fifth region is the coccygeal region. Coccygeal region, അത് 4 vertebrae ഫ്യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കുന്ന ഒരെണ്ണമാണ്. അതിനെ കോക്സിക്സ് എന്നാണ് വിളിക്കുക. കോക്സിക്സ്, കോക്സിജിയൽ റീജിയൻ ആണ്. ഇതിനെ കോക്സിക്സ്, ആ ഒറ്റ ഒരു പീസിന് കോക്സിക്സ് എന്ന് വിളിക്കും. ആക്ച്വലി ഇറ്റ് ഈസ് എ ഫ്യൂസ്ഡ് പ്രോഡക്റ്റ് ഓഫ് 4 vertebrae. കോക്സിക്സ് എന്ന് വിളിക്കും. നമുക്കത് വളരെ ചെറുതാണ്. ആക്ച്വലി ഇത് മറ്റ് മാമൽസിനെ സംബന്ധിച്ചോളം അവരുടെ വാലായിട്ട് മാറുന്നത് ഈ കോക്സിജിയൽ റീജിയനാണ്. നമുക്ക് വാലില്ല, അതുകൊണ്ട് ഇത് വളരെ ചെറുതാണ്. ദാറ്റ് ഈസ് കൺഫൈൻഡ് വിത്തിൻ ദ body. It does not extend out of the body. Okay. അപ്പോൾ ഇങ്ങനെ 5 regions ആണ്. cervical region with 7 vertebrae, thoracic region with 12 vertebrae, and lumbar vertebrae with 5 lumbar region with 5 vertebrae, and sacrum a fused region with it's a single fused product, sacrum 1 and a coccyx 1. So 26 vertebrae in the vertebral column. Okay. Now, the next part is sternum. Sternum. What is sternum? Sternum is a chest bone. We have a bone here. It's a chest bone. This is a single piece. അപ്പോൾ റിബ്സ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, പല റിബ്സും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഒരറ്റം സ്റ്റേർണത്തിനും മറ്റേ അറ്റം വെർട്ടിബ്രൽ കോളത്തിനുമായി അറ്റാച്ച് ചെയ്തിരിക്കുന്നു. സ്റ്റേർണം is for the chest bone. Okay, next one is ribs. Ribs are also part of the axial skeleton. അപ്പോൾ ribs, എത്ര ribs ഉണ്ട്? There are 12 pairs of ribs. 12 pairs of ribs. ഈ റിബ്സ് നമുക്ക് 3 ആയിട്ട്, എല്ലാ റിബ്സും ഒരേപോലെ അല്ല. 12 ജോഡി റിബ്സ് ഉണ്ടെങ്കിലും ഈ റിബ്സ് 12 ജോഡി 3 തരത്തിൽപ്പെട്ടവരാണ്. നമുക്ക് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. The first type is the true ribs. True ribs. ട്രൂ റിബ്സ് എന്ന് വിളിക്കാൻ കാരണം ഈ റിബ്സിന് 2 ആർട്ടിക്കുലേറ്റിംഗ് ഫേസസ് ഉണ്ടാവും. എന്താണ് ആർട്ടിക്കുലേറ്റിംഗ് ഫേസസ് എന്ന് പറഞ്ഞാൽ? ഒരു ബോൺ മറ്റൊരു ബോണുമായി ജോയിൻ ചെയ്യുന്ന ആ ജോയിൻ ചെയ്യുന്നതാണ് ആർട്ടിക്കുലേഷൻ എന്ന് വിളിക്കുക. ആർട്ടിക്കുലേഷൻ ഫേസസ് എന്ന് പറഞ്ഞാൽ മറ്റൊരു ബോണുമായി ചേരുന്ന ആ പ്രതലത്തിനാണ് നമ്മൾ ആർട്ടിക്കുലേഷൻ ഫേസറ്റ് എന്ന് വിളിക്കുക. അപ്പോൾ ഈ റിബ്സിന് 2 തരത്തിലുള്ള ആർട്ടിക്കുലേഷൻ ഫേസസ് ഉണ്ടാകും. 2 ആർട്ടിക്കുലേഷൻ ഫേസസ്. ഒരു ആർട്ടിക്കുലേഷൻ ഫേസിൽ വെച്ചിട്ട് അത് വെർട്ടിബ്രൽ കോളവുമായി ജോയിൻ ചെയ്യുന്നു,
മറ്റൊന്ന് വെച്ചിട്ട് സ്റ്റേണവുമായി ജോയിൻ ചെയ്യുന്നു. അപ്പോൾ ഒരറ്റം സ്റ്റേണത്തിലും മറ്റേ അറ്റം റിബിലും മറ്റേ അറ്റം വെർട്ടിബ്രൽ കോളത്തിലും അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന റിബ്സിനെയാണ് നമ്മൾ എന്ന് വിളിക്കാം ട്രൂ റിബ്സ് എന്ന് വിളിക്കാം. അപ്പോൾ ഫസ്റ്റ് ടു 7 പെയർസ് ആണ് ട്രൂ റിബ്സ് എന്ന് വിളിക്കുക. ഒന്നാമത്തെ പെയർ മുതൽ ഏഴാമത്തെ ജോഡി വരെ, ഏഴാമത്തെ പെയർ വരെ ഉള്ള റിബ്സിനെയാണ് നമ്മൾ എന്ന് വിളിക്കാം ട്രൂ റിബ്സ് എന്ന് വിളിക്കാം. ഇനി രണ്ടാമത്തെ കാറ്റഗറിയാണ് ഫാൾസ് റിബ്സ്. ഫാൾസ് റിബ്സ് 8, 9, 10 ജോഡികളെയാണ് നമ്മൾ ഫാൾസ് റിബ്സ് എന്ന് വിളിക്കുക. 8, 10, 9 ജോഡികളെ നമ്മൾ ഫാൾസ് റിബ്സ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഫാൾസ് റിബ്സ് എന്ന് വിളിക്കാനുള്ള കാരണം ഇവർക്ക് 2 ആർട്ടിക്കുലേറ്റിംഗ് ഫേസസ് ഉണ്ടാവില്ല. ഇവ നമ്മൾ വെർട്ടിബ്രോ കോൺട്രൽ റിബ്സ് എന്ന് വിളിക്കാറുണ്ട്. മറ്റു പേരാണ് വെർട്ടിബ്രോ കോൺട്രൽ റിബ്സ്. എന്ന് വിളിക്കും. കാരണം ഒരു with one articulating face they join with the vertebral column and the other end മറ്റേ എൻഡ് ഡയറക്റ്റ് സ്റ്റേർണത്തിലേക്ക് അറ്റാച്ച് ചെയ്യുന്നില്ല. നമ്മൾ ട്രൂ റിബ്സിന്റെ കാര്യം പറഞ്ഞ പോലെ ഡയറക്റ്റ് സ്റ്റേർണത്തിലേക്ക് അറ്റാച്ച് ചെയ്യുന്നില്ല. അതിന് പകരം ഇത് മൂന്നിന്റെയും അഗ്രം ജോയിൻ ചെയ്തിരിക്കണം. ഹൈലൻ ഒരു കാർട്ടിലേജ് വഴി ജോയിൻ ചെയ്തിട്ട് സ്റ്റേർണത്തിലേക്ക് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡയറക്റ്റ് അറ്റാച്ച് ചെയ്യുന്നില്ല. അപ്പോൾ 8, 9, 10 എന്നിവയുടെ ഈ അഗ്രഭാഗം ഫ്യൂസ് ചെയ്ത് ഒരു കാർട്ടിലേജ് വഴി ഫ്യൂസ് ചെയ്ത് സ്റ്റേർണത്തിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് അവയെ നമ്മൾ ഫാൾസ് റിബ്സ് എന്ന് വിളിക്കുന്നു. ദേ ആർ ഓൾസോ കോൾഡ് വെർട്ടിബ്രോ കോൺട്രൽ റിബ്സ്. മൂന്നാമത്തെ കാറ്റഗറിയാണ് ഫ്ലോട്ടിംഗ് റിബ്സ്. നിങ്ങൾ ഡയറക്റ്റ് കാണുന്ന പോലെ by one end they are attached to the vertebral column but the other end is free. other end എവിടെയും അറ്റാച്ച് ചെയ്തിട്ടില്ല, സ്റ്റേർണത്തിലും അറ്റാച്ച് ചെയ്തിട്ടില്ല, അത് എവിടെയും അറ്റാച്ച് ചെയ്യാതെ ഇങ്ങനെ ഫ്രീ ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഏതൊക്കെയാണ് 11, 12 ജോഡി. 11ാമത്തെ ജോഡിയും 12ാമത്തെ ജോഡിയും ഫ്ലോട്ടിംഗ് റിബ്സ് ആണ്. സോ ദീസ് ആർ ദ 3 കാറ്റഗറീസ് ഓഫ് റിബ്സ്. അപ്പോൾ നമ്മുടെ തൊറാസിക് റീജിയനിൽ ഡോർസൽ സൈഡിൽ വെർട്ടിബ്രൽ കോളവും തൊറാസിക് റീജിയനകത്ത് വെർട്ടിബ്രൽ കോളവും ഫ്രണ്ടിൽ സ്റ്റേർണവും ഇതിനെ രണ്ടും കണക്ട് ചെയ്തുകൊണ്ട് റിബ്സും കൂടി ചേർന്ന് ഒരു റിബ് കേജ് ഉണ്ടായിരിക്കും. ഈ റിബ് കേജിനുള്ളിലാണ് നമ്മുടെ വൈറ്റൽ ഓർഗൻസ് ആയ ഹാർട്ട്, ലങ്സ് ഒക്കെ സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾക്കറിയാം. സോ കേജ് ഈസ് ഫോംഡ് ബൈ ദ തൊറാസിക് region of the vertebral column, sternum and the ribs together form the rib cage in which vital organs are protected. Okay. ഇത്രയുമാണ് ആക്സിയൽ സ്കെൽറ്റന്റെ ഭാഗമായിട്ട് വരുന്നത്. അപ്പോൾ സ്കൾ, vertebral column, sternum and ribs form the axial skeleton. ഇനി നമുക്ക് അപ്പെൻഡിക്കുലാർ സ്കെൽറ്റനെ കുറിച്ചാണ് പറയുന്നത്. അപ്പെൻഡിക്കുലാർ സ്കെൽറ്റൻ. Appendicular skeleton. So second part is appendicular skeleton. Appendicular skeleton. എന്താണ് appendicular skeleton എന്ന് പറയാനുള്ള കാരണം? Because this skeleton is appended to the axial skeleton. അപ്പോൾ ആക്സിയൽ സ്കെലിട്ടനോട് ചേർന്ന് നിൽക്കുന്ന, അപ്പൻഡി നിൽക്കുന്ന സ്കെലിട്ടൻ ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് വിളിക്കാം? അപ്പൻഡിക്കുലാർ സ്കെലിട്ടൻ എന്ന് വിളിക്കാം. അതെന്താണെന്ന് നിങ്ങൾക്കറിയാം. ഇതാണ് നമ്മുടെ കൈകാലുകളാണ്. കൈകാലുകളിലെ അസ്ഥി ആണ് എന്ത് വിളിക്കാം? അപ്പൻഡിക്കുലാർ സ്കെലിട്ടന്റെ ഭാഗമായിട്ട് വരുന്നത്. കൈകാലുകളുടെ അസ്ഥി ഡയറക്റ്റ് വെർട്ടിബ്രൽ കോളവുമായി ജോയിൻ ചെയ്തിട്ടില്ല. ഇപ്പൊ കൈകാലുകൾ വെർട്ടിബ്രൽ കോളവുമായിട്ടാണ് ജോയിൻ ചെയ്തിരിക്കുന്നത് പ്രധാനമായിട്ടും. അപ്പോൾ ഈ വെർട്ടിബ്രൽ കോളവുമായി കൈകാലുകളുടെ അസ്ഥികൾ ഡയറക്റ്റ് ആയിട്ടല്ല വെർട്ടിബ്രൽ കോളത്തിലേക്ക് ജോയിൻ ചെയ്യുക. there is an intermediary skeleton. അതായത് വെർട്ടിബ്രൽ കോളം, അതായത് ആക്സിയൽ സ്കെലിട്ടനെയും നമ്മുടെ ലിംബ് സ്കെലിട്ടനെയും, അതായത് കൈ കാലുകളുടെ സ്കെലിട്ടനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഇന്റർമീഡിയറി സ്കെലിട്ടനെ കൂടി നമുക്ക് കാണാൻ സാധിക്കും. അതിനെ നമ്മൾ ഗേർഡിൽ എന്നാണ് വിളിക്കുക. ഗേർഡിൽ. അപ്പോൾ അപ്പെൻഡിക്കുലാർ സ്കെലിട്ടൻ 2 എണ്ണം ചേരുന്നതാണ്. ഒന്ന് ലിംബ് സ്കെലിട്ടൻ.
ലിംബ് സ്കെലിറ്റൺ, അത് ഫോർ ലിംബ് കൈകളാവാം, അല്ലെങ്കിൽ ഹൈൻഡ് ലിംബ് കാലുകളാവാം. ഇനി ഈ ലിംബ് സ്കെലിറ്റനെ ആക്സിയൽ സ്കെലിറ്റനുമായി ബന്ധിപ്പിക്കുന്ന ഗേർഡിൽസ് രണ്ട് തരത്തിലുള്ള ഗേർഡിൽസ് തന്നെ നമ്മൾ ലിംബ് സ്കെലിറ്റൺ നമുക്കറിയാം, ഫോർ ലിംബ് ഹൈൻഡ് ലിംബ് ഉള്ളതുപോലെ തന്നെ. ഇപ്പൊ ലിംബ് സ്കെലിറ്റൺ രണ്ട് തരത്തിലുണ്ടല്ലോ, ഫോർ ലിംബ് ഹൈൻഡ് ലിംബ് ഉള്ളതുപോലെ ഗേർഡിൽസും രണ്ട് തരത്തിലുണ്ട്. രണ്ട് തരത്തിൽ, പെക്ടോറൽ ഗേർഡിൽ ആൻഡ് പെൽവിക് ഗേർഡിൽ. പെക്ടോറൽ ഗേർഡിൽ ആൻഡ് പെൽവിക് ഗേർഡിൽ. Pectoral girdle connects the forelimb bonds with the axial skeleton. അതായത് കൈകളിലുള്ള അസ്ഥിയെ, കൈയിനെ ആക്സിയൽ സ്കെലിറ്റനുമായി ബന്ധിപ്പിക്കുന്ന ഗേർഡിലാണ് പെക്ടോറൽ ഗേർഡിൽ. അതേപോലെ ഹൈൻഡ് ലിംബ് ബോൺസിനെ ആക്സിയൽ സ്കെലിറ്റനുമായി ബന്ധിപ്പിക്കുന്ന ഗേർഡിലാണ് പെൽവിക് ഗേർഡിൽ. അത് നമുക്ക് എന്താണ് ഈ പെക്ടോറൽ ഗേർഡിൽ എന്ന് നമുക്ക് നോക്കാം. പെക്ടോറൽ ഗേർഡിൽ ഇവിടെ ചിത്രത്തിൽ കാണാം. പെക്ടോറൽ ഗേർഡിൽ ഇസ് മേഡ് അപ്പ് ഓഫ് 2 bonds. 2 bonds ചേർന്നാണ് പെക്ടോറൽ ഗേർഡിൽ ഉണ്ടായിരിക്കുന്നത്. One is scapula. Pectoral girdle is made up of 2 bonds. One is scapula and the other one is clavicle. Scapula and clavicle. You can see in the diagram there. What is scapula? Scapula is a flat bone. നിങ്ങൾക്ക് ഇവിടെ അത് നിങ്ങളുടെ പുറത്ത് ഡോർസൽ സൈഡിലുള്ളത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. ഒരു ആൾമോസ്റ്റ് റഫലി ട്രയാങ്കുലർ സൈസിലുള്ള ഒരു ഫ്ലാറ്റ് ബോണാണ് സ്കാപ്പുല. On the dorsal side of the scapula there is a ridge. ഒരു റിഡ്ജ് ഉണ്ട്. ആ റിഡ്ജ് ഒരു മുന്നോട്ട്, സപ്പോസ് ദിസ് സ്കാപ്പുല ആൻഡ് റിഡ്ജ് എന്ന് പറഞ്ഞാൽ ഒരു വരം പോലെ റിഡ്ജ് ഉണ്ട്. ആ റിഡ്ജ് മുന്നോട്ട് പോയി നിൽക്കുന്ന ഭാഗത്തിന് അക്രോമിയോൺ എന്ന് വിളിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഈ അക്രോമിയോണിന്റെ താഴ്ഭാഗത്തുമായി ബന്ധിപ്പിച്ച് നിൽക്കുന്ന ബോണാണ് ക്ലാവിക്കിൾ. Clavicle is also called a collar bone or shoulder bone because it is here. This bone, ഈ ബോണാണ് നമ്മൾ എന്ത് വിളിക്കാം, കോളർ ബോൺ ഓർ ക്ലാവിക്കിൾ എന്ന് വിളിക്കാം. അപ്പോൾ ഇവിടെ നിന്നുള്ള സ്കാപ്പുല ക്ലാവിക്കിളുമായി ജോയിൻ ചെയ്യും. അക്രോമിയോണിന് താഴെ, ക്ലാവിക്കിൾ അക്രോമിയോണുമായി ജോയിൻ ചെയ്തതിന് താഴെ ആ ഭാഗത്ത് ഒരു ക്യാവിറ്റി ക്യാൻ ബി സീൻ. ആൻഡ് ദാറ്റ് ക്യാവിറ്റി ഈസ് കോൾഡ് glenoid cavity. That cavity is called a glenoid cavity. And it is in this cavity or in that depression the first bone, that is the humerus, first bone of the forelimb is attached. അപ്പോൾ ഇതാണ് നമ്മുടെ പെക്ടോറൽ ഗേർഡിൽ എന്ന് പറയുന്നത്. അപ്പോൾ 2 ബോണാണ്. സ്കാപ്പുല, that is roughly triangular in shape and it is placed on the dorsal side of the body. And the second one is the clavicle. Clavicle is attached with the below the acromion of the scapula, and at this junction the depression or a cavity is formed that is called the glenoid cavity. The name is glenoid cavity. And into this cavity the first bone or the humerus of the hand or arm is fixed in the glenoid cavity. Okay. And the second girdle is the pelvic girdle. Pelvic girdle is the girdle that connects the hind limb bonds to the axial skeleton. ഇവിടെ പെൽവിക് ഗേർഡില് 3 ബോണുകൾ ചേർന്നുള്ള ഒരു ഫ്യൂസ്ഡ് പ്രോഡക്റ്റ്. 3 ബോണുകൾ ചേർന്ന് ഒരു ഫ്യൂസ്ഡ് പ്രോഡക്റ്റ് ഉണ്ടായിരിക്കുന്നു. നമ്മളതിനെ കോക്സൽ ബോൺ എന്നാണ് വിളിക്കുക. കോക്സൽ ബോൺ എന്ന് വിളിക്കുന്നു. കോക്സൽ ബോൺ. This coxal bone is a single piece, but it is actually formed by the fusion of 3 bonds. These 3 bonds are ilium, ischium and pubis.
ilium, ischium and pubis. Actually these three bonds are fused together to form the coxal bond. Okay. At the junction of this, the fusion of these three bonds, അതായത് ഈ മൂന്ന് ബോണ്ടുകൾ തമ്മിൽ ചേരുന്ന ഭാഗത്ത് ഒരു ക്യാവിറ്റി is formed. That cavity is called acetabulum cavity. Acetabulum. Acetabulum, into which the first bone of the leg is attached. അപ്പോൾ acetabulum ക്യാവിറ്റിയിലേക്കാണ് ഫസ്റ്റ് ബോൺ, അതായത് ഫീമർ ആണ് ഫസ്റ്റ് ബോൺ ഓഫ് ദ ലെഗ്. അതിൻ്റെ ഹെഡ് ഫിക്സ് ചെയ്തിരിക്കുന്നത് ഈ അസെറ്റാബുലം ക്യാവിറ്റിയിലേക്കാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ എന്താണ് പെൽവിക് ഗേർഡിൽ? പെൽവിക് ഗേർഡിൽ ഈസ് ഫോംഡ് ബൈ ദ ആസ് എ റിസൾട്ട് ഓഫ് ദ ഫ്യൂഷൻ ഓഫ് ത്രീ ബോൺസ്, ഇലിയം, ഇഷിയം ആൻഡ് പ്യൂബിസ്. ഇത് മൂന്നും കൂടി ഫ്യൂസ് ചെയ്ത് ഒരു യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അതിനെയാണ് നമ്മൾ കോക്സൽ ബോൺ എന്ന് വിളിക്കാം. ഈ മൂന്ന് ബോണും ഫ്യൂസ് ചെയ്യുന്ന ആ ജംഗ്ഷനിൽ ഒരു ക്യാവിറ്റി ഫോം ചെയ്തിട്ടുണ്ട്. ആ ക്യാവിറ്റിക്ക് നമ്മൾ അസെറ്റാബുലം ക്യാവിറ്റി എന്ന് വിളിക്കുന്നു. അസെറ്റാബുലത്തിലാണ് ലെഗിൻ്റെ ഫസ്റ്റ് ബോണായ ഫീമറിൻ്റെ ഹെഡ് ഫിക്സ് ചെയ്തിരിക്കുന്നത്, ജോയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഗേർഡിനെ കുറിച്ച് പറയാം. ഇനി നമുക്ക് ഫോർലിംബ് ആൻഡ് ഹൈൻഡ് ബോൺസിനെ കുറിച്ച് നോക്കാം. ഫോർലിംബ് ബോൺസ് ആൻഡ് ഹൈൻഡ് ബോൺസ്. Forelimb bonds. Forelimb. So forelimb bonds are 30 in number. 30 bonds ആണ് ഇവിടെ ഉള്ളത്. അതിൽ ആദ്യത്തെ ബോണ്ട്, ഒബ്സർവ് ദ ഡയഗ്രാം, ആദ്യത്തെ ബോണ്ട് നമ്മൾ ഹ്യൂമറസ് എന്ന് വിളിക്കും. The first bond. This bond is the humerus bond. And the head of the humerus is attached to the glenoid cavity. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് glenoid cavityയിൽ attached ചെയ്തിരിക്കുന്നു. The head of the humerus is spherical, rounded, and this round head of the humerus is fixed into the glenoid cavity, so that a ball and socket joint is formed there. We will discuss it later. And the second bond, there are two bonds for the forearm bonds. This part is the forearm. Two bonds are there, radius and ulna. Radius and ulna, two bonds are there. And then the wrist bonds are called carpal bonds. 8 carpal bonds are there. 8 carpal bonds, wrist bonds, 8 carpal bonds. And then bonds of the palm. There are 5 metacarpals are there. Metacarpals. You can see this is one metacarpal. This is another one, like 5 metacarpals can be seen. Metacarpal bonds. Then phalanges. These are the phalanges. Finger bonds are called phalanges. So thumb has 2 phalanges. Thumb has 2 phalanges. And all other fingers has 3 phalanges each. മറ്റു ഓരോ ഫിംഗേഴ്സിന് 3 phalanges വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മൊത്തം ഫോർലിംബ് ബോൺസ് 30 ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, now let us come to the hind limbs. Hind limb bonds are also 30 in number. Also 30 in number. The first bone is the femur. Thigh bone. It's a thigh bone, longest bone in the body. The head of the femur fits into the acetabulum cavity of the pelvic girdle. And the second two bones are there, tibia and fibula. Tibia and fibula. മുട്ട് താഴെ കാണുന്ന 2 bonds ആണ് tibia and fibula. Then ankle bonds are there. Ankle bonds. അതുപോലെ നമുക്ക് ആംഗിൾ ബോൺസ് പറയുന്നതിന് മുമ്പ് ഫീമർ കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്കൊരു കാൽമുട്ടുണ്ട്. ഈ കാൽമുട്ടിനെ പൊതിഞ്ഞുകൊണ്ട് പേറ്റല്ല എന്ന് വിളിക്കുന്ന ഒരു ബോണ്ട്, മുട്ട് ചിരട്ട എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയുന്ന പേറ്റല്ല. ദാറ്റ് ഈസ് കോൾഡ് പേറ്റല്ല. Petala. That is there. Then tibia and fibula, 2 bonds, tibia and fibula. Then ankle bonds are called tarsal bonds.
There are 7 tarsal bones out there. 7 tarsal bones. നമ്മുടെ കാർപ്പൽ ബോൺസിന് സമാനമായി 7 ടാർസൽ ബോൺസ്, ആംഗിൾ ബോൺസ് എന്ന് വിളിക്കാം. 7 are there. Then metatarsals are there. 5 metatarsals are there. Then phalanges, toes, toes എന്നാണ് വിളിക്കാം. ഇവിടെയും അതേപോലെ തന്നെ ഇവിടെ കാലിലെ തള്ളവിരൽ, അതിന് 2 ടോസാണുള്ളത്, 2 ബോൺസാണുള്ളത്. അതേപോലെ ബാക്കി എല്ലാത്തിനും 3 ബോൺസ് വെച്ചിട്ടാണുള്ളത്. അപ്പം അങ്ങനെ മൊത്തം 30 ബോൺസ് ആണ്. Okay, so that's about the skeletal system. We shall wind up the class here. Bye.